ഹായ് ഗൈസ്, അടുത്തത് നമ്മൾ നോക്കുന്നത് ഹൈപ്പർ പാരാതൈറോയിഡ്സ് ആണ്. അതിൻ്റെ മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത് പാരാതൈറോയിഡ് അഡിനോമയാണ്. ഈ പാരാതൈറോയിഡ് അഡിനോമേൻ്റെ ട്യൂമർ ലോക്കലൈസ് ചെയ്യുന്നത് നമ്മൾ ട്യൂമർ ലോക്കലൈസേഷൻ ബൈ സസ്റ്റമൈബി സ്കാനാണ്. മാനേജ്മെൻറ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് IV ഇബൻട്രോണേറ്റ് ആണ്, ബെസ്ഫോണേറ്റ് ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്. ഡ്രഗ് അഫക്റ്റിംഗ് ബോൺസിനെ അഫക്റ്റ് ചെയ്യുന്ന ബോൺസിനെ മേക്ക് ചെയ്യുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബിസ്ഫോസ്ഫോണേറ്റ്സ് ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ഓസ്റ്റിയോപോറോസിസ്, ഹൈപ്പർ പാരാതൈറോയിഡ്സം. അതിൽ ഓറൽ വരുന്നതാണ് അലൻട്രോണേറ്റ്. സൊലൻട്രോണേറ്റ് IV once a year ആയിട്ടുള്ള ഡ്രഗാണ്. IV once a year ആണ് സൊലൻട്രോണേറ്റ്. ക്യാൻ കോസ് റീനൽ ഫെയിലർ, അതൊരു സൈഡ് എഫക്റ്റ് ആണ്. അതർ സൈഡ് എഫക്റ്റ് കോമൺ സൈഡ് എഫക്റ്റ് ഓഫ് ബിസ്ഫോസ്ഫോണേറ്റ് എന്നാണ് ഈസോഫാഗിയൽ ടോക്സിസിറ്റി, അൾസറൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഈ ഗുളിക കഴിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പോയി കഴിച്ച ഉടനെ തന്നെ കടക്കരുത്, നന്നായി വെള്ളം കുടിക്കണം. ഓക്കെ. ഓസ്റ്റിയോനെക്രോസിസ് ഓഫ് മാൻഡിബിൾ, ഇതിൻ്റെ ഒരു സ്പെസിഫിക് എന്താ പറയുക ഫീച്ചറാണ്, സൈഡ് എഫക്റ്റ് ഫീച്ചറാണ് ബിസ്ഫോസ്ഫോണേറ്റിൻ്റെ ഓസ്റ്റിയോനെക്രോസിസ് ഓഫ് മാൻഡിബിൾ. ഓക്കെ. വേറൊരു ഡ്രഗാണ് ഡെനുസുമാബ്. ഇത് റാങ്ക് 1 ഇൻഹിബിഷനാണ് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കേണ്ടത് നമ്മൾ ഡ്രഗ് സ്റ്റിമുലേറ്റിംഗ് ഓസ്റ്റിയോബ്ലാസ്റ്റ്, പാരാതൈറോയിഡ് ഹോർമോൺ അനലോഗ് 1 to 34 ടെറിപെരറ്റൈഡ് ആണ് ഡ്രഗ് സ്റ്റിമുലേറ്റിംഗ് ഓസ്റ്റിയോബ്ലാസ്റ്റ്. ഓക്കെ. പിന്നെ ഡുവൽ മെക്കാനിസം ഉള്ള ഡ്രഗ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ അതായത് 2 ഡ്രഗ്സ് ഉണ്ട്. ആക്ച്വലി ഡുവൽ മെക്കാനിസം സ്റ്റിമുലേറ്റിംഗ് ഓസ്റ്റിയോബ്ലാസ്റ്റ്, ബോണ്ട് ഫോർമേഷൻ കൂട്ടുകയും ഇൻഹിബിറ്റ് ദ ഓസ്റ്റിയോക്ലാസ്റ്റ്, ഉറപ്പില്ലാത്ത ബോണിൻ്റെ ഫോർമേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ചെയ്യുന്നത് ആരാ? 2 ഡ്രഗ്സ് ഉണ്ട്. സ്ട്രോൺഷ്യം റെനോലേറ്റ് നമുക്ക് കോമൺലി അറിയാവുന്നത്. അതുകൂടാതെ റൊമീസിസുമാബ്, ഇതൊരു സ്ക്ലീറോസ്റ്റിംഗ് ഇൻഹിബിറ്റർ ആണ് റൊമീസിസുമാബ്. ഓക്കെ.